നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേപ്പാൾ കാഴ്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് മുക്തിനാഥ് കണ്ട് മടങ്ങി വരും വഴി സ്റ്റേ ചെയ്ത ഹോട്ടലിൽ വെച്ചാണ്. ഇത് അടുത്ത ദിവസം. മഞ്ഞ് പുതച്ച മലകളാണ് ചുറ്റിലും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ യാത്ര തിരിച്ചു. ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയത് ഒരു തൂക്കുപാലം കാണാനാണ്. രണ്ട് മലകളെ ബന്ധിപ്പിച്ചുള്ള ഒരു തൂക്ക് നടപ്പാലം. കാളി ഗണ്ഡകി നദിയുടെ കുറുകെയാണ് ഈ പാലം പണിതിട്ടുള്ളത്. പ്രഭാത് ഡിസ്ട്രിക്റ്റിലെ കുസ്മ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടം. ഈ ബ്രിഡ്ജിന്റെ ഇരുകരകളും രണ്ട് മുനിസിപ്പാലിറ്റികളിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ ബ്രിഡ്ജിന്റെ പേര് ബക്ചൂർ അദ്വാബാരി എന്നാണ്. അതായത് ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലാണ്. ഇത് ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ്. 567 മീറ്റർ നീളമുള്ള ഈ ബ്രിഡ്ജിന് 1 മീറ്റർ വീതിയാണുള്ളത്. ഇതിന്റെ ഏറ്റവും താഴ്ന്ന ഉയരം 131 മീറ്റർ ആണ്. ഇതിന്റെ കപ്പാസിറ്റി 85 ടൺ വരെയാണ്. അതായത് 612 പെഡസ്ട്രിയന് ഒരേ സമയം ഇതിലൂടെ സഞ്ചരിക്കാം. ൽ പൂർത്തിയാക്കിയ ഈ പാലം 2021 വരെ ലോകത്തെ ഏറ്റവും വലിയ ഹാങ്ങിങ് നടപ്പാലമായിരുന്നു. എന്നാൽ 2021 ഇറ്റലിയിൽ ഇതിലും നീളം കൂടിയ ഒരു ഹാങ്ങിങ് ഫുട് ബ്രിഡ്ജ് പൂർത്തിയായി. 2022 ചെക്ക് റിപ്പബ്ലിക്കിൽ ഉണ്ടാക്കിയ ഹാങ്ങിങ് ഫുട് ബ്രിഡ്ജാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ബ്രിഡ്ജ്. ഇതിനിപ്പോൾ 3ാം സ്ഥാനമാണുള്ളത്. ഇവിടം ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടെയാണ്. ഈ പാലത്തിലൂടെ ഓടുന്നതും ചാടുന്നതും നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണ്. ഇതുപോലുള്ള 5 ഫുട് ബ്രിഡ്ജുകൾ ഈ നദിയുടെ കുറുകെയുണ്ട്. ഇതാണ് മറ്റൊരു ഹാങ്ങിങ് ഫുട് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൽ നടപ്പാത കൂടാതെ മറ്റു ചില ആക്ടിവിറ്റീസും ഉണ്ട്. അതിൽ പ്രധാനം ബങ്കി ജമ്പാണ്. അതിസാഹസം ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം. സേഫ്റ്റി ബെൽറ്റും റോപ്പും മറ്റും കൊണ്ട് സുരക്ഷിതമാക്കി പാലത്തിന്റെ നടുവിൽ നിന്ന് ചാടണം. നല്ല ധൈര്യമുള്ളവർക്ക് മാത്രമുള്ള ഒരു ആക്ടിവിറ്റി. അവിടെ ആരോ ജമ്പ് നടത്തുന്നുണ്ട്. ദൂരെ കൂടുതൽ കൊണ്ട് സൂം ചെയ്തിട്ടും കൃത്യമായി കാണാൻ കഴിയുന്നില്ല. ഇവിടെ ബങ്കി ജമ്പ് മാത്രമല്ല ഉള്ളത്, ഒരു സ്കൈ കഫേയും സ്കൈ സൈക്ലിങ്ങും ഉണ്ട്. ആ ബ്രിഡ്ജിന് നടുവിൽ കാണുന്നത് ഒരു കഫേയാണ്. ഫുട് ബ്രിഡ്ജും കണ്ട് ലഞ്ചും കഴിച്ച് ഞങ്ങൾ യാത്ര തുടരുന്നു. ഇനിയും ഒരു ഫുട് ബ്രിഡ്ജ് ഈ വഴിയിലുണ്ട് എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. അതുകൂടെ കാണാമെന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്.
ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റിനുള്ളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇരുവശവും വരി വരിയായി നട്ടുവളർത്തിയ വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞ പാലം. ഇവിടെ പാലത്തിന്റെ റിപ്പയർ പ്രവൃത്തികൾ നടന്നു വരുന്നു. അത് നന്നായി. ഇതിന്റെ സാങ്കേതിക വിദ്യ ഒന്ന് കാണാൻ അവസരമായി. കുറെ മെക്കാനിക്കുകൾ കൂടി നിൽപ്പുണ്ട്. ഇവിടെ ഈ പിറ്റിനുള്ളിൽ ഒരാൾ ഇരുന്ന് ആ ഇരുമ്പ് പടങ്ങൾ മുറുക്കുകയാണ്. ഇത്രയും സങ്കീർണത ഇതിനുണ്ടെന്ന് ഇതേക്കുറിച്ച് അറിയാത്തവർക്ക് മനസ്സിലാക്കാനായി. ഇരു കരകളെയും ബന്ധിപ്പിച്ചുള്ള ഈ ബ്രിഡ്ജ് കൂടാതെ അവിടേക്ക് എത്താൻ ഒരു റോഡ് കൂടെ ഉണ്ട് എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. ബ്രിഡ്ജൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ പൊക്കാറയിൽ എത്തിയിട്ടുണ്ട്. പൊക്കാറയ്ക്കടുത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര കാറ്റും തണുപ്പുമാണിപ്പോൾ. ഇവിടെ നിന്നാൽ ഫെവാൽ ലേക്കും പൊക്കാറ പട്ടണവും കാണാം. വൈകുന്നേരമായതിനാലും കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാലും ദൃശ്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. എന്തായാലും ഇവിടെയുള്ള വഴിയോര കടയിൽ ചായ പറഞ്ഞിട്ടുണ്ട്. ഈ തണുപ്പിൽ ചൂട് ചായ നല്ലതാണ്. ചായ കുടി കഴിഞ്ഞ് പെട്ടെന്നിറങ്ങി. അധിക സമയം നിൽക്കാൻ കഴിയാത്ത കാറ്റും തണുപ്പുമായിരുന്നു അവിടെ. ഇനി നേരെ ഹോട്ടലിലേക്ക് പോകും. അവിടെ നമ്മൾ ഇന്നലെ ചെക്ക് ഔട്ട് ചെയ്തിരുന്നു എങ്കിലും ഇന്ന് അവിടെ തന്നെയാണ് താമസം. ഇന്ന് പുതിയതായി ചെക്ക് ഇൻ ചെയ്യും. നമ്മുടെ ലഗേജുകൾ അവിടെ ഉണ്ട്. ഇത് അടുത്ത ദിവസം രാവിലെ. ഇന്ന് ഇവിടെ നിന്നും തിരികെ കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. അവിടെ നിന്ന് നാളെ തിരികെ നാട്ടിലേക്ക് പോകും. പൊക്കാറയിൽ ഇനിയും ചില സ്ഥലങ്ങൾ കാണാൻ ബാക്കിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഫെവാൽ ലേക്കാണ്. അതിന്റെ നടുവിലുള്ള ക്ഷേത്രവും കാണേണ്ടതുണ്ട്. താൽ ബരാഹി ക്ഷേത്രം, അതാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. ഞങ്ങൾ ഫെവാൽ ലേക്കിലെത്തി. ഇവിടെ നിന്നും ബോട്ട് ഹയർ ചെയ്താണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. സേഫ്റ്റി ജാക്കറ്റും മറ്റും ധരിച്ചാണ് യാത്ര. വിവിധ തരത്തിലും വലിപ്പത്തിലുമുള്ള ധാരാളം ബോട്ടുകൾ ഇവിടെ വാടകയ്ക്ക് കിട്ടും. ഞങ്ങൾ 7-8 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ബോട്ട് ഹയർ ചെയ്തു. ഒരു പെഡൽ ബോട്ടാണിത്. ഇവിടെ പെഡൽ ബോട്ടുകളും ഇലക്ട്രിക് ബോട്ടുകളും മാത്രമേ അനുവദിക്കൂ. അതിൽ ഇലക്ട്രിക് ബോട്ട് സർക്കാർ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ബാക്കി മുഴുവൻ പെഡൽ ബോട്ടുകളാണ്.
കാണുന്നതാണ് ക്ഷേത്രം. നമ്മൾ ക്ഷേത്രത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കായലിന് നടുവിലുള്ള ഒരു തുരുത്തിലാണ് അമ്പലം പണിതിരിക്കുന്നത്. ഈ ക്ഷേത്രത്തെ ലേക്ക് ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്. വരാഹി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇതിൽ നേപ്പാളിലുള്ള ഒരു പ്രത്യേക വിഭാഗം ഹിന്ദുക്കളുടെ ഒരു ദേവീ സങ്കല്പമാണ്. ഈ ദേവി ഹിന്ദുക്കളുടേത് മാത്രമല്ല, ബുദ്ധമതക്കാരുടെയും ഒരു ദേവീ സങ്കല്പമാണ് വരാഹി ദേവി. രാവിലെ തന്നെ ധാരാളം ടൂറിസ്റ്റുകളും ഭക്തരും ഇവിടെ എത്തിയിട്ടുണ്ട്. കായലിന് നടുവിലുള്ള തുരുത്തായതിനാൽ ഒരു പ്രത്യേക സുഖമുണ്ട് ഇവിടെ എത്തിയപ്പോൾ. ചെറിയ അമ്പലമാണെങ്കിലും നല്ല വൃത്തിയിലും ഭംഗിയായുമാണ് ഇവിടെ പരിപാലിച്ചിരിക്കുന്നത്. വൃക്ഷങ്ങളും അവയ്ക്ക് ചുറ്റിലുമുള്ള ഇരിപ്പിടങ്ങളുമായി ഒരു വെൽ പ്ലാൻഡ് ടെമ്പിൾ. ഈ അമ്പലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ പ്രാവുകളെ പരിപാലിക്കുന്ന ഒരു ക്ഷേത്രം കൂടെയാണ്. ഭക്തർ നേർച്ചയായി ഇവിടെ സമർപ്പിക്കുന്ന പ്രാവുകൾ പിന്നെ ഇവിടെ നിന്നും എങ്ങോട്ടും പോകില്ല എന്നാണ് വിശ്വാസം. ആയിരക്കണക്കിന് പ്രാവുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ എത്തുന്ന ഭക്തർ ദേവിക്ക് കാണിക്ക അർപ്പിക്കുന്നതോടൊപ്പം പ്രാവുകൾക്കും മീനുകൾക്കും തീറ്റ നൽകുന്ന ഒരു പതിവുണ്ട്. അതിനായി ഇവിടെ നിന്ന് തന്നെ നമുക്ക് അവ വാങ്ങാൻ കഴിയും. അതുപോലെ തന്നെ ഈ ലേക്കിൽ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ധാരാളം മീനുകളുമുണ്ട്. അവയെ പിടിക്കുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ മീനുകൾ ലേക്കിന്റെ ഈ ഭാഗത്തു നിന്നും മറ്റൊരിടത്തേക്കും പോകില്ലെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ വലിയ വലിപ്പത്തിലുള്ള മീനുകളും ഈ ലേക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. പലതരത്തിലുള്ള മീനുകളെ ഇവിടെ കാണാൻ കഴിയുന്നു. ഇതാണ് പ്രധാന അമ്പലം. ഇത് ഒരു ന്യൂലി മാരീഡ് കപ്പിളാണെന്ന് തോന്നുന്നു. അവർ പ്രാവുകളെ നേർച്ചയായി ഇവിടെ സമർപ്പിക്കുന്ന കാഴ്ച കാണാം.
2 പ്രാവുകളുണ്ട് അവരുടെ കൂടെ. അത് രണ്ടാളും കൂടെ ഇവിടെ സമർപ്പിക്കും. എന്തൊക്കെയോ മന്ത്രങ്ങളും പൂജകളും ഒക്കെ നടത്തിയാണ് സമർപ്പണം. അവരുടെ അനുവാദത്തോടെയാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ആകാശത്തേക്ക് പറത്തിവിട്ട പ്രാവുകൾ മറ്റു കൂട്ടുകാരോടൊപ്പം കൂടി. അമ്പലം സ്വർണം പൂശുന്നതിനും മേൽക്കൂര സ്വർണമാക്കുന്നതിനും വിശ്വാസികൾ ചിലവാക്കുന്നതിനേക്കാൾ മഹത്തരമായാണ് ഈ സങ്കല്പത്തെ ഞാൻ കാണുന്നത്. ഒന്നുമില്ലെങ്കിലും 2 പ്രാവുകളെ സ്വതന്ത്രമാക്കി വിടുന്നുണ്ടല്ലോ. പ്രാവുകളെ സ്വതന്ത്രമാക്കുക മാത്രമല്ല, അവയ്ക്ക് തീറ്റ നൽകുന്നതിനുള്ള സന്മനസ്സും ഇതിലൂടെ നടപ്പാക്കപ്പെടുന്നുണ്ട്. ഈ ഫെവ ലേക്ക് പൊക്കാറ വാലിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ലേക്കാണ്. ഇതിന്റെ ശരാശരി നീളം 4 കിലോമീറ്ററും വീതി 2 കിലോമീറ്ററുമാണ്. ഇതിന്റെ വിസ്തീർണം 5.72 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇതിന്റെ ആവറേജ് ഡെപ്ത് 8.6 മീറ്റർ. ഏറ്റവും കൂടിയ ആഴം 24 മീറ്റർ ആണ്. ഇതിന്റെ കാഷ്മെന്റ് ഏരിയ 122.53 സ്ക്വയർ കിലോമീറ്റർ ആണ്. അമ്പലത്തിൽ നിന്ന് തിരികെ പോവുകയാണ്. ആ കാണുന്നത് പൊക്കാറയിലെ ഒരു കേബിൾ കാർ സ്റ്റേഷനാണ്. അതും സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു, സമയം കിട്ടിയില്ല. ആ താഴെ സ്റ്റേഷനിൽ നിന്നും കേബിൾ കാറിൽ ആ മലമുകളിൽ എത്താൻ കഴിയും. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അന്നപൂർണ ട്രക്കിംഗ് സർക്യൂട്ടിന്റെ ഭാഗമായും ആ കേബിൾ കാർ ഉപയോഗിക്കാറുണ്ട്. ഈ ലേക്ക് ഒരിക്കലും ഫ്രീസ് സ്റ്റേജിൽ ആവില്ല. ഇതിൽ നിന്നും ഓവർഫ്ലോ ചെയ്യുന്ന വെള്ളം ഉപയോഗിച്ച് ഒരു ഹൈഡ്രോ പവർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ലേക്ക് ഇത്രയും വിസ്തൃതമാകാൻ കാരണം ആ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടി നിർമ്മിച്ച ഒരു ഡാമാണ്. ഞങ്ങൾ തിരികെ യാത്ര ആരംഭിച്ചിടത്തെത്തി. ഇവിടെ ഒരു ചെറിയ നായക്കുട്ടി കളിച്ചു നടക്കുന്നു. നല്ല ക്യൂട്ടായ നായ. ഇതേത് ബ്രീഡാണെന്നറിയില്ല. ഇനി നേരെ ഹോട്ടലിലേക്ക് പോയി ഉടൻ അവിടെ നിന്നും കാഠ്മണ്ഡുവിലേക്ക് പോകും. ഇവിടെ നിന്നും പോകുന്നത് ഒരു ചെറു വിമാനത്തിലാണ്. അതിന്റെ വിശേഷങ്ങളും തുടർന്നുള്ള കാഴ്ചകളും അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ഗുഡ് ബൈ.